ഹായ് ആൾ, വെൽക്കം ടു കോമ്പസ് അക്കാഡമി. ടോബി ശരത് തോംസൺ ഹിയർ. ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാനൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ അത് പല കുട്ടികൾക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു വീഡിയോയുടെ ആൻസറാണ്. പരീക്ഷ എഴുതുന്ന ഓരോ കുട്ടികൾക്കും, അത് പ്രിലിംസ് ആയിക്കോട്ടെ മെയിൻസ് ആയിക്കോട്ടെ, എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒരു ബാങ്കും ഒറ്റ ഷിഫ്റ്റിൽ എക്സാം നടത്താറില്ല. കാരണം അപ്ലൈ ചെയ്യുന്ന കുട്ടികളുടെ ബാഹുല്യം അതുപോലെ ആയതുകൊണ്ട് അത് പല ഷിഫ്റ്റിലേക്ക് നടത്തേണ്ടി വരുന്നു. എന്നാൽ എല്ലാ ഷിഫ്റ്റും ഒരേപോലെ നടത്തണമെന്നാണ് ബാങ്കിന് ആഗ്രഹം. പക്ഷേ ബാങ്കുകൾ അങ്ങനെ നടത്താറില്ല. ഓരോ ഷിഫ്റ്റിൻ്റെയും ഈസി ടു ഡിഫിക്കൽട്ട് എന്ന നിരയിൽ പ്രിലിംസ് ആണെങ്കിലും മെയിൻസ് ആണെങ്കിലും മാറിക്കൊണ്ടിരിക്കുന്നു. ഈ കഴിഞ്ഞ IPS ക്ലർക്ക്, ഇന്നിപ്പോൾ RRB ക്ലർക്കും കാര്യങ്ങളുമൊക്കെ നടക്കുന്നു. പല ഷിഫ്റ്റുകൾ, ഒരു ദിവസം 4 ഷിഫ്റ്റുണ്ട്. പലതും പല ഡിഫിക്കൽട്ടി ലെവലായിരിക്കും. അതുപോലെ IPS ക്ലർക്ക് നവംബർ 28 നടന്നു, ഡിസംബർ 2 നടന്നു. ആ രണ്ടെണ്ണവും അജഗജാന്തര വ്യത്യാസമായിരുന്നു. ഒരെണ്ണം ഈസി ടു മോഡറേറ്റ് ആയിരുന്നെങ്കിൽ മറ്റേത് ഡിഫിക്കൽട്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഒരു കുട്ടികൾക്ക് തുല്യനീതി ഉറപ്പാക്കുന്നത്? അതിനുവേണ്ടി IBPS കണ്ടെത്തുന്ന മാർഗ്ഗമാണ്, IPS അല്ല, മിക്കവാറും എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാം ദാതാക്കളും നൽകുന്ന മാർഗ്ഗമാണ് നോർമലൈസേഷൻ എന്ന മെത്തേഡ്. എന്നാൽ നോർമലൈസേഷൻ കൂടി എങ്ങനെയാണ് കുട്ടികൾക്ക് തുല്യനീതി ഉറപ്പാക്കുന്നത് എന്നാണ് മനസ്സിലാകാത്ത പല കുട്ടികൾക്കും. ഇന്ന് ഞാൻ അതിലേക്ക് കിടക്കുന്നു. എങ്ങനെ നോർമലൈസേഷൻ നടത്തുന്നു, എങ്ങനെയാണ്, ഏത് മെത്തേഡ് വഴിയാണ് നോർമലൈസേഷൻ എന്ന സിമ്പിൾ വാചകത്തിൽ, ഞാൻ വലിയ കോംപ്ലിക്കേറ്റഡ് ഇതിലേക്ക് പോകുന്നില്ല. ഞാനൊരു സാധാരണ മനുഷ്യൻ, എനിക്ക് മനസ്സിലാകുന്ന രീതിയിൽ എനിക്ക് മനസ്സിലായതുപോലെ ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരുന്നു. സോ വിത്ത് എക്സാമ്പിൾ പറഞ്ഞു തരുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാകും നോർമലൈസേഷൻ വർക്ക് ചെയ്യുന്നു എന്നുള്ളത്. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് പോകാം നോർമലൈസേഷൻ ഇൻ IPS എക്സാം. എല്ലാ എക്സാമിനും ഇത് ബാധകമാണെങ്കിലും IPS എക്സാമിന് അത് വലിയൊരു ഇതിലേക്ക് വരും. എന്താണ് IPS ഉപയോഗിക്കുന്ന മാർഗം ഇവിടെ? അതാണ് പ്രധാനം. മെത്തേഡ് യൂസ്ഡ് ബൈ IPS ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. സോ IPS ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഇക്വി പെർസെൻറ്റേജ് ഇക്വേറ്റിംഗ് ടു നോർമലൈസ്ഡ് മാർക്ക്. ഇക്വി പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ആവറേജ് അല്ല എടുക്കുന്നത്. നിങ്ങൾക്ക് സാധാരണ എടുക്കുന്ന പോലെ ഇത്ര ഇതിൻ്റെ ആവറേജ് അങ്ങനെയല്ല ഇക്വി പെർസെൻറ്റേജിൻ്റെ കൺവേർഷൻ വരുന്നത്. ഇക്വി പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ആവറേജ് മാർക്കിൻ ഡിസ്ട്രിക്റ്റ് ആണ്. അവിടെ ആവറേജ് എടുക്കുന്നതിന് പകരം അവരെടുക്കുന്നത് റാങ്ക് വിതിൻ യുവർ സ്പെസിഫിക് ഷിഫ്റ്റ്. ആ ഷിഫ്റ്റിൽ നിങ്ങളുടെ റാങ്ക് എത്ര ആയിരിക്കും എന്നുള്ളതാണ് നോക്കുക. അതാണ് പെർസെൻറ്റേജ് റാങ്ക് എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ ഷിഫ്റ്റിൻ്റെ റാങ്കും ആ ഷിഫ്റ്റിനുമായിട്ടുള്ള ഇതുമായിട്ട് നിങ്ങളെ താരതമ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതെയാണ് ഇക്വി പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ. നിങ്ങളുടെ റാങ്ക് എടുത്ത് മറ്റേതുമായിട്ട് ഇക്വേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുള്ള ഇതാണ് ഇക്വി പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ക്യാൻഡിഡേറ്റ്സ് ബിലോ ഇൻ യുവർ ഷിഫ്റ്റ്. അതായത് നിങ്ങളുടെ ഷിഫ്റ്റിൽ 10,000 പേരുണ്ടെങ്കിൽ നിങ്ങൾ 1000-ൽ വന്ന് നിൽക്കുന്നു. അപ്പോൾ നിങ്ങളുടെ താഴെ 9,000 പേരുണ്ടെന്നർത്ഥം. ഡിവൈഡ് ബൈ ടോട്ടൽ ക്യാൻഡിഡേറ്റ്സ്, 9,000 ഡിവൈഡ് ബൈ 10,000 ടോട്ടൽ ക്യാൻഡിഡേറ്റ്സ് ഇൻറ്റു 100. അതാണ് ഇക്വി പെർസെൻറ്റേജ്. സോ എപ്പോഴും ആ ഷിഫ്റ്റിൽ നിങ്ങളുടെ റാങ്കിനെ കുറിച്ചാണ് ഇക്വി പെർസെൻറ്റേജ് നോക്കുന്നത്. സോ ഈ മെത്തേഡാണ് അവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ സ്റ്റാൻഡേർഡ് മീൻ ഉണ്ട്, ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ ഉണ്ട്, ഒക്കെ ഇതുണ്ട് ഇതിനകത്ത്. ഒത്തിരി ഡീറ്റെയിലായിട്ട് പോകുമ്പോൾ എന്നിട്ട് ഞാൻ സിമ്പിളായിട്ട് ഈ കാര്യങ്ങൾ. സോ ഇക്വി പെർസെൻറ്റേജ് എന്നുള്ള ഇതാണ്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഹൗ ഇറ്റ് വർക്ക്സ്, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. കോർ ലോജിക് ഈസ് പെർസെൻറ്റേജ് റാങ്കിങ് ആണ്. IPS ഡസ് നോട്ട് കമ്പയർ റോ മാർക്സ് ഡയറക്ട്ലി, ഇറ്റ് കമ്പയർസ് പെർസെൻറ്റേജ്. എന്താണ് ഒരു റോ മാർക്ക് നിങ്ങൾക്ക് വരുന്നത്? റോ മാർക്ക് എന്താണ്? റോ മാർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ഷിഫ്റ്റിൽ കിട്ടുന്ന മാർക്ക് നോക്കുക. നമ്മുടെ IPS ആണെങ്കിൽ 200-ൽ, ഈ പ്രാവശ്യം IPS ക്ലർക്ക് 200-ലാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് 75 ആണെന്ന് കരുതുക. ഇതിനെയാണ് റോ മാർക്ക് എന്ന് പറയുന്നത്. എന്നാൽ പെർസെൻറ്റേജ് മാർക്ക് ഇതല്ല, അതാണ് വ്യത്യാസം. ഇത് റോ മാർക്ക് എന്ന് പറയും. 75 നിങ്ങൾക്ക് 200-ൽ 75 ഏത് ഷിഫ്റ്റ് ആയിക്കോട്ടെ അതിനെയാണ് റോ മാർക്ക് എന്ന് പറയുന്നത്. The logic is if you performed better than 90% of students in the difficult shift, you should get the same mark as a student who performed better than 90% of students in moderate shift. ഒന്നും മനസ്സിലായില്ല അല്ലേ? പറഞ്ഞുതരാം. അതിനകത്ത് ഇഫ് യു പെർഫോം ബെറ്റർ ദാൻ 90% ഓഫ് സ്റ്റുഡൻറ്റ് ഇൻ ദ ഡിഫിക്കൽട്ട് ഷിഫ്റ്റ്, ഈ 90% മുകളിൽ നിങ്ങൾ പെർഫോം ചെയ്തു, ഡിഫിക്കൽട്ട് ഷിഫ്റ്റ് ആയിക്കോട്ടെ, അവിടെ 75 നിങ്ങൾക്ക് കിട്ടിയത്. പക്ഷേ ബാക്കി 9,000 പേർക്കും 75-ന് താഴെയാണ്. സോ നിങ്ങൾ 90% മേലെ കയറി. അതാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഡിഫിക്കൽട്ട് ഷിഫ്റ്റാണ് വെക്കുക, ഡിഫിക്കൽട്ട് ഷിഫ്റ്റ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ആരുമായിട്ട് സെയിം ആണ്? സെയിം മാർക്സ്
you will get same mark as who performed better than 90% of student in moderate. സോ അടുത്ത ഈസി ആയിട്ട് മോഡറേറ്റ് ഉള്ള സെഷനിൽ 90 ആണെന്ന് കരുതുക, 90% മേളിൽ നിൽക്കുന്നത്, എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ 75 മാർക്ക് എന്തിലേക്ക് കൺവേർട്ട് ആവും? 90യിലേക്ക് കൺവേർട്ട് ആവും. ഇതിനെയാണ് പെർസെൻറ്റേജ്, EQ പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. സോ ഇതാണ് IPS ഇത് ചെയ്യുന്നത്. സോ നിങ്ങൾ ഡിഫിക്കൽട്ട് ഷിഫ്റ്റിലായാൽ വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ നല്ല ആക്യുറേറ്റും നല്ല ഇതും നിങ്ങൾ മനസാന്നിധ്യം എവിടെ നല്ലപോലെയാണ് എഴുതിയെങ്കിൽ ആ 75 എന്തിന് സമം? എന്താ ഡിഫിക്കൽട്ട് ഷിഫ്റ്റ് അല്ല, മോഡറേറ്റ് ഷിഫ്റ്റിൽ ഈസി ഷിഫ്റ്റിലെ 90 സമമാണ് നിങ്ങളുടെ 75. അതാണ് ഇതിൻ്റെ ലോജിക്. സോ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. വിത്ത് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം കാര്യങ്ങളിലേക്ക് വരും. എന്തിനാണ് ഈ നോർമലൈസേഷൻ നടത്തുന്നത്? നോർമലൈസേഷൻ നടത്തുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു കുട്ടി അവന് കഴിവുണ്ടായിട്ടും അവൻ ചെന്നുപെട്ടത് ഒരു ഹാർഡർ ഷിഫ്റ്റിലാണെങ്കിൽ ആ കാരണം കൊണ്ട് അവന് ജോലി നിഷേധിക്കാൻ പറ്റില്ല. സോ അവർക്കതൊരു ബൂമാണ്. എന്നാൽ ബാക്കിയുള്ളവർക്ക് എന്താ സംഭവിക്കുന്നത്? ഈസി ഷിഫ്റ്റിൽ നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത്? ഈസി ഷിഫ്റ്റിലായതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ജോലി കിട്ടും എന്നുള്ള വിചാരം നിങ്ങൾക്ക് വേണ്ട. അവർക്കൊരു ബെയിനും മറ്റവർക്കൊരു ബൂണുമാണ്. അതെപ്പോഴും ഓർത്തുകൊള്ളുക. ഡിഫിക്കൽട്ട് ഷിഫ്റ്റിലുള്ളവർ നല്ല മാർക്ക്, നല്ല ആക്യുറസി ഇത് ചെയ്താൽ അവർക്ക് അവൾ അപ്പിയർ ചെയ്തതിനേക്കാൾ കൂടുതൽ മാർക്ക് കിട്ടും. എന്നാൽ മറ്റവർക്ക് എന്താണ് സംഭവിക്കുന്നത്? അവർ നല്ല മാർക്ക് മേടിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടാൻ പാടുമാണ്. അതാണ് ഇതിനകത്ത് വരുന്നത്. നമുക്കിതിലേക്ക് വരുമ്പോൾ സെനാറിയോ 1 ഓവറോൾ എക്സാം നോർമലൈസേഷൻ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് 2 ഇതാണ്. ഞാൻ നവംബർ 28 എന്ന് പറഞ്ഞ് ആ ഡേറ്റ് തന്നെയാണെന്ന് തോന്നും. മോഡറേറ്റ് ഷിഫ്റ്റ് ആയിരുന്നു. ഈസി ടു സ്കോർ മാർക്ക് നിങ്ങൾക്കറിയാം, നമ്മൾ അനാലിസിസ് നമ്മൾ കണ്ടാണ്. എന്നാൽ December 2 ഡിഫിക്കൽട്ട് ഷിഫ്റ്റാണ്, ഹാർഡർ ടു സ്കോർ മാർക്കാണ്. അവിടെ ആ ഒരു ഇതിലേക്ക് വരാൻ ചാൻസ് ഇല്ല. കാരണം നമ്മുടെ അന്നത്തെ ഇത് തന്നെ ഞാൻ ചോദിച്ചപ്പോൾ 98 നമുക്ക് പറ്റുമായിരുന്നെങ്കിൽ ഇവിടെ വരുമ്പോൾ അത് 75 പറ്റത്തുള്ളൂ. ഇതായിരുന്നു സംഭവിച്ചത്. സോ December 2 നല്ല അറ്റംപ്റ്റ് 75 ആകുമ്പോൾ November 28 98 to 109 ഒക്കെ വരുമായിരുന്നു. ഇതായിരുന്നു സംഭവിച്ചത്. നമുക്കിതിൽ നിന്ന് തുടങ്ങാം. എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് നോക്കാം. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. അപ്പം നമുക്ക് 2 ഷിഫ്റ്റ് നടന്നു. ആ 2 ഷിഫ്റ്റ് എഴുതിയ 2 സ്റ്റുഡൻസിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. അത് വെച്ചിട്ട് എക്സാമ്പിളിലേക്ക് നോക്കുമ്പോൾ ഞാൻ ഏകദേശം നിങ്ങൾക്ക് പറഞ്ഞു തന്നു. എന്നിരുന്നാലും ലെറ്റ് അസ്യൂം there are 10,000 സ്റ്റുഡൻസ് ഇൻ ഈ ഷിഫ്റ്റ്. ഓരോ ഷിഫ്റ്റിലും 10,000 പേരുണ്ടെന്ന് കരുതുക. നിങ്ങൾക്ക് നോർമലൈസ് സ്കോർ കണ്ടുപിടിക്കണം. സ്റ്റുഡൻറ്റ് എ എന്ന് പറയുന്ന ആൾ ഡിഫിക്കൽട്ട് ഷിഫ്റ്റിലുള്ള ആളാണ്. അതായത് December 2 ഷിഫ്റ്റിലെ ആളാണ് എ. December 2 ബിയിലുള്ള ആൾ സ്റ്റുഡൻറ്റ് ബി, മോഡറേറ്റ് ഷിഫ്റ്റ് November 28. ഇതാണ് ഇത് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാം. IPS പറഞ്ഞു എ എത്ര മാർക്ക് മേടിച്ചു? 75 മാർക്ക് മേടിച്ചു. ഈ 75 മാർക്കിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ബീറ്റ്സ് 99% ഓഫ് ദ പീപ്പിൾ. ബാക്കി 99% ആൾക്കാരും ഇതിന് താഴെയാണ്. അപ്പോൾ ബാക്കി 1% ഇവൻ്റ് ഇത്. അതിനെയാണ് EQ പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ആ 75 മേടിച്ചവൻ അത്രയും മിടുക്കനായിരിക്കും. November 28 ഷിഫ്റ്റിലേക്ക് നോക്കുമ്പോൾ എത്ര പേർ 99% ആൾക്കാരെ കവച്ചു വെച്ചു. അതിന് എത്ര മാർക്ക് വേണ്ടി വന്നു? അപ്പോൾ സ്വാഭാവികമായും ഈസി ഷിഫ്റ്റ് ആയതുകൊണ്ട് അവിടെ എത്ര മാർക്ക് വേണ്ടി വന്നു? പേപ്പർ വാസ് ഈസിയർ. സ്റ്റുഡൻസ് നീഡ് 90 മാർക്സ്. എത്ര മാർക്ക് വേണം? 90 മാർക്ക് വേണം ബാക്കി 99% ആൾക്കാരെ വെളിയിലാക്കാൻ. അതാണ് ഇവിടെ 75 മതി, കാരണം ഡിഫിക്കൽട്ട് ആയിരുന്നു. മറ്റടുത്ത് 90 വേണം, ഈസി ആയിരുന്നു, എല്ലാവരും സ്കോർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിൽ കോമ്പറ്റീഷൻ ഭയങ്കരമായിട്ട് കൂടും. അതിലേക്ക് 1% ആൾക്കാർ മാത്രമേ മുകളിലേക്ക് വരാൻ പറ്റത്തുള്ളെങ്കിൽ അവരുടെ മാർക്ക് 90%. ഇനി IPS എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. റിസൾട്ട് സ്റ്റുഡൻറ്റ് എ മാർക്സ് ആർ ഇൻക്രീസ് ഫ്രം 75. റോ മാർക്കാണിത്. ദിസ് ഈസ് റോ മാർക്ക്. അവർക്ക് കിട്ടിയ യഥാർത്ഥ മാർക്കാണ്. ഇൻക്രീസ് ഫ്രം 75 to 90. അപ്പോൾ എ ആരായി മാറി? they both get selected and their both ബിയുടെ ഒറിജിനൽ സ്കോറാണ് റോ സ്കോർ ഈസ് ഈക്വൽ ടു നോർമലൈസ് സ്കോർ. എന്നാൽ എയുടെ റോ സ്കോർ EQ പെർസെൻറ്റേജ് മെത്തേഡ് വഴി, ഇതാണ് EQ പെർസെൻറ്റേജ് മെത്തേഡ് വഴി, ആ സ്കോറ് 75 നിന്ന് എന്തായി മാറി? 90 ആയി. സോ നിങ്ങൾക്കൊക്കെ 88 മാർക്കും 87 മാർക്കും ഒക്കെ കാണുമായിരിക്കും. പക്ഷെ അത് ഈസി ഷിഫ്റ്റിലായിരിക്കും. ആ സമയം എന്താ വെച്ചാൽ നിങ്ങൾ തഴയപ്പെടാൻ ചാൻസ് കൂടും. കാരണം 1% ആൾക്കാർക്ക് എത്രമാത്രം ബാക്കിയുള്ളവരെ തഴയാൻ എത്രമാണോ ഇത്, അത് ഹൈ സ്കോറായിരിക്കും. ആ സ്കോറിലേക്ക് ബാക്കിയുള്ളവരെ ഉയർത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഡിഫിക്കൽട്ട് ഷിഫ്റ്റിലാണോ എഴുതിയത്, നിങ്ങൾക്ക് നല്ല ആക്യുറസി ഉണ്ടോ, തീർച്ചയായിട്ടും നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെടാൻ ചാൻസ് ഉള്ളവരാണ്. നിങ്ങൾ മനസ്സുകൊണ്ട് പതറേണ്ട കാര്യമില്ല എന്ന് ഞാൻ അന്നുകൊണ്ട് പറയുന്നത് അതുകൊണ്ടാണ്. സോ ഇതാണ് വിത്ത് എക്സാമ്പിൾ നമുക്ക് കാണാൻ പറ്റുന്നത്.
സോ IBPS പറയുന്നു എന്താണ് രണ്ടുപേർക്കും സംഭവിക്കുന്നത്. നമ്മളൊരു എക്സാമ്പിളാണ് നോക്കുന്നത്. IBPSൻ്റെ ഇതല്ല ഞാൻ പറഞ്ഞത്, എങ്ങനെയാണ് അവിടെ സംഭവിക്കുന്നത്. December 2 കാൻഡിഡേറ്റ്സിന് എന്താണ് സംഭവിക്കുന്നത്? ഡിഫിക്കൽട്ട് ഷിഫ്റ്റിൽ ഞാൻ മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. യുവർ റോ സ്കോർ മൈറ്റ് ബി ലോവർ, 75 ആയിരിക്കാം. ബട്ട് യുവർ നോർമലൈസ് സ്കോർ വിൽ ഇൻക്രീസ് സിഗ്നിഫിക്കൻ്റ്ലി. നിങ്ങൾ നോക്കൂ, 10 മാർക്ക് കൂടും, 12 മാർക്ക് കൂടും. ടു മാച്ച് ദ ഹൈ സ്കോർസ് ഓഫ് ദ ഈസിയർ ഷിഫ്റ്റ്. ഇതാണ് നിങ്ങൾ നോക്കേണ്ടത്, ഹൈ സ്കോർ ഓഫ് ദ ഈസിയർ ഷിഫ്റ്റ്. നിങ്ങളുടെ അപ്പുറം ഇപ്പുറം ഇരുന്നവൻ പരീക്ഷ എഴുതുന്നു, അവൻ ഡിഫിക്കൽട്ട് ഷിഫ്റ്റിൽ 75 മേടിച്ചു, നീ അവനേക്കാൾ 85 മേടിച്ചു. പക്ഷേ രക്ഷയില്ല. നാളെ ഒരു നോർമലൈസേഷൻ വരുമ്പോൾ അവനായിരിക്കും കിട്ടാൻ ചാൻസ്. എന്താണ് എഫക്റ്റ് ഓഫ് November 28 കാൻഡിഡേറ്റ്സ്? യുവർ സ്കോർ വിൽ റിമെയിൻ സ്റ്റേബിൾ ഓർ ഡിക്രീസ് സ്ലൈറ്റ്ലി ഇഫ് IBPS യൂസ് എ ബേസ് ഷിഫ്റ്റ്. ഇതെന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, മൂന്നാമതൊരു ഷിഫ്റ്റ് വരുവാണെങ്കിൽ പ്രിലിംസിന് ഇതാണ് സംഭവിക്കുന്നത്. വീണ്ടും ഒരു ഷിഫ്റ്റും കൂടെ വരുന്നു, ഇല്ല 4 ഷിഫ്റ്റ് വരുന്നു. അപ്പോൾ ഒരു ബേസ് ഷിഫ്റ്റ് ഇത് ചെയ്ത് വെച്ചിട്ടാണ്, ഒരു റെഫറൻസ് ഷിഫ്റ്റ് അതെപ്പോഴും ഫിക്സ് ചെയ്ത് വെച്ചിട്ടാണ്, അത് വെച്ചിട്ടാണ് IBPS കമ്പയർ ചെയ്യുന്നത്. അതെപ്പോഴും ഓർക്കുക അതിനകത്ത്. സോ ദാറ്റ് ഈസ് സംവെയർ ഇൻ ദ മിഡിൽ. നിങ്ങൾക്ക് ഇതിനെക്കാട്ടിൽ കുറവുള്ള ഇതിനെക്കാട്ടി ഈസി ഒരു ഇതുണ്ടോ, അവിടെ വീണ്ടും നിങ്ങളുടേത് ഇത് ചെയ്യും. സോ November 28 ഈസ് ടേക്കൺ ആസ് ബേസ്, യുവർ മാർക്ക് സ്റ്റേ റോ. പിന്നെ ഇവിടെ IBPS ക്ലർക്കിൻ്റെ ഇതിൽ November 28 ആണ് റോ. നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് മേ ബി അത് 80 ആയിരിക്കാം. നിങ്ങൾ സെലക്ട് ആയില്ലെങ്കിലും അതിനകത്ത് അത്ഭുതപ്പെടാനൊന്നുമില്ല. നിങ്ങളുടെ അപ്പുറത്തിരുന്നവൻ അത്ര അറ്റംപ്റ്റ് പോലും ഇല്ലാത്തവൻ December 22 അതിന് ചിലപ്പോൾ അവൻ 65 അറ്റംപ്റ്റുള്ളായിരിക്കും. മേ ബി അവനായിരിക്കും സെലക്ട് ആകപ്പെടാൻ യോഗ്യൻ. കാരണം അവൻ്റേത് 81 ആകാനുള്ള ചാൻസ് ഉണ്ടാകാം. സോ ഇതാണ് സംഭവിക്കുന്നത്. നിങ്ങൾക്ക് ഈ 2 ഷിഫ്റ്റിലുള്ളവരുടെ ഇത് നിങ്ങൾ എവിടെ എങ്ങനെ പരീക്ഷ എഴുതിയാലും ഇത് പ്രിലിംസ് ആകുമ്പോൾ ചാൻസസ് വീണ്ടും കൂടും, മെയിൻസ് ആകുമ്പോൾ 1-2 ഷിഫ്റ്റ് മാത്രമേ കാണുകയുള്ളൂ. അപ്പോൾ നമ്മൾ November 28 December 2 ഷിഫ്റ്റിൻ്റെ കണ്ടു. എങ്ങനെയാണ് ഒരു ഈ സബ്ജക്റ്റിന് ഇത് സംഭവിക്കുന്നത് അതും കൂടെ നോക്കാം നമുക്ക്. ഒരു November 28 December 2 ഷിഫ്റ്റിൻ്റെ QA നിങ്ങൾക്കറിയാം. November 28 ഇച്ചിരി ഡൂവബിളായിരുന്നു. എന്നാൽ December 2 വന്നപ്പോഴത്തേക്കും ഷിഫ്റ്റ് ഭയങ്കരമായിട്ട് ഡിഫിക്കൽട്ടായി. എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, വളരെ ഞെരുങ്ങിയാണ് കുട്ടികൾ എക്സാം എഴുതിയത്. അവർക്ക് മര്യാദയ്ക്കൊന്നും ചെയ്യാൻ പോലും പറ്റുന്നില്ല. നമുക്ക് ആ ഒരു ഇതിലേക്ക് ഒന്ന് എക്സാമ്പിളിലേക്ക് നോക്കാം. November 28 ഒരു ഡൂവബിൾ, ഞാനൊരു എക്സാമ്പിൾ പറയുന്നതേ ഉള്ളൂ. നമുക്ക് ഏകദേശം ഒരു 19 to 21 ആയിരുന്നു തോന്നുന്നു ചെയ്യാൻ പറ്റുന്നത്. 23 ആണെന്ന് കരുതുക. ഒരു നല്ല സ്റ്റുഡൻറ്റ് 23 ചെയ്തു എന്ന് കരുതുക, 23 അതിനകത്ത്. എന്നാൽ December 2 ഒരു നല്ല സ്റ്റുഡൻറ്റ്, ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് 11 തന്നെ ചെയ്യാൻ പറ്റിയെന്നുള്ള ചോദിച്ചാൽ, പക്ഷേ ആ 11 അവനേക്കാൾ ബാക്കി 99% കാര്യം വെളിയിലാക്കി. 1% ആൾക്കാർ 11ൻ്റെ മേളിൽ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ 11നെ എന്തായിട്ട് അവർ കൺസിഡർ ചെയ്യും? 23 ആയിട്ട് കൺസിഡർ ചെയ്യും. കാരണം അവൻ ആ ഡിഫിക്കൽട്ട് ഷിഫ്റ്റ് നിന്നിട്ടാണ് 11 ചെയ്തത്. അത് ഏതുമായിട്ട് സെയിം ആണ്? 23 സെയിമാണ്. സോ അതുകൊണ്ട് അവൻ്റെ 11 മാർക്ക് എന്നുള്ളത് 23 മാർക്കായിട്ട് കൺവേർട്ട് ചെയ്യും. ഇവിടെയാണ് നമ്മൾ പറഞ്ഞത് ആക്യുറസിയുടെ പ്രശ്നം. ആക്യുറേറ്റ് അല്ലെങ്കിൽ പോയി. നിങ്ങൾ ചെയ്തതൊക്കെ ആക്യുറേറ്റ് ആണോ, നിങ്ങൾക്ക് ഷിഫ്റ്റ് ഡിഫിക്കൽട്ട് ആണോ, അതൊന്നും ഒരു പ്രശ്നമല്ല. ഈ കാര്യം മാത്രമാണ് ഇവിടെ ഇത് ആക്യുറസിയിൽ നിങ്ങൾ മനം പതറാതെ നിൽക്കുക, നല്ലപോലെ ചെയ്യുക. പസിലാണെങ്കിൽ പസിൽ നല്ലപോലെ ചെയ്യുക, DA ആണെങ്കിൽ DA നല്ലപോലെ ചെയ്യുക. ഏത് സെക്ഷനാണോ അതിനനുസരിച്ച് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് നല്ല ഇതിൽ ചെയ്യുന്നവർക്ക് മാർക്ക് കൂടും. അപ്പോൾ അവർക്ക് ഡിഫിക്കൽട്ട് ലെവലാണെങ്കിലും 11 വരെ ചെയ്യാൻ പറ്റും. അപ്പോൾ 11, 12, 13 ഇവരൊക്കെയും ഏതിലേക്ക് പോകും? 23 എന്നുള്ള കൺസെപ്റ്റിലേക്ക് പോകും. ഇതാണ് കണ്ടുവരുന്നത്. ഇതാണ് നോർമലൈസേഷൻ പറയുന്നത്. വിത്ത് ഇക്യു പെർസെൻറ്റേജ്. സാധാരണ റോ സ്കോർ അല്ല, ആവറേജ് അല്ല, ഇക്യു പെർസെൻറ്റേജ് മെത്തേഡാണ്. സാധാരണക്കാരന് മനസ്സിലാകുന്ന, എനിക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ ഇതാണ് നോർമലൈസേഷനിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആകുലപ്പെടേണ്ട കാര്യമില്ല. ഇനി നോർമലൈസേഷൻ എന്താണ്, ഇതാണ്, അതിനൊക്കെയുള്ള ഉത്തരം ഇതാണ് ഇവിടെ നടക്കുന്നത്, IBPSൽ നടക്കുന്നത്. നിങ്ങളുടെ മാർക്ക് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളുക ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ പലരുടെയും ജീവിതത്തിൽ ബാധിച്ചിട്ടുള്ള, അവർക്ക് പല വിഷമങ്ങളും ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു ഈ നോർമലൈസേഷൻ. നിങ്ങളുടെ ആരുടെയും കുറ്റമല്ല നിങ്ങളൊരു ഡിഫിക്കൽട്ട് ഷിഫ്റ്റിലെത്തുന്നതും ഒരു ഈസി ഷിഫ്റ്റിലെത്തുന്നതും. ഒരു കാര്യം മാത്രം ഓർക്കുക, ഈസി ഷിഫ്റ്റ് അല്ലാതെ അവർക്ക് വേറെ മാർഗ്ഗമില്ല. 2 ഷിഫ്റ്റുകളോ 3 ഷിഫ്റ്റുകളോ ഇല്ലാതെ വേറെ മാർഗ്ഗം IBPSനോ SBIക്കോ ഇല്ലെന്ന് ഓർക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഈസിയർ ഷിഫ്റ്റിലാണെങ്കിൽ മാക്സിമം അറ്റംപ്റ്റ് വിത്ത് മാക്സിമം ആക്യുറസി, നല്ലപോലെ ആക്യുറേറ്റ് ആയിട്ട് ചെയ്യുക. നിങ്ങളൊരു ഡിഫിക്കൽട്ട് ഷിഫ്റ്റിലാണോ, മനം പതറാതെ നിങ്ങൾ ചെയ്യുന്നതെല്ലാം നല്ല ആക്യുറേറ്റ് ആയിട്ട് ചെയ്യുക. എന്നാൽ കൂടുതൽ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ചെയ്യുന്നതിലല്ല കാര്യം, ചെയ്യുന്നതെല്ലാം നല്ല ആക്യുറേറ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇനിയുള്ള പരീക്ഷകളിലെങ്കിലും നിങ്ങൾക്ക് ഇത് ഓർമ്മ വരട്ടെ. നിങ്ങൾക്കൊരു വഴികാട്ടിയായിട്ടാണ് ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ചെയ്തിരിക്കുന്നത്. നോർമലൈസേഷൻ എല്ലാവരെയും അലട്ടുന്ന ഒരിതാണ്. ഞാൻ
ചില കാര്യങ്ങൾ ചെയ്ത് മനസ്സിലാക്കിയ കാര്യമാണ്. കൂടുതൽ ഡീറ്റെയിൽ ഇതിൻ്റെ ഇക്വേഷനോ കാര്യങ്ങളോ ഒന്നും എനിക്കറിയില്ല. അങ്ങനെ ചോദിച്ച് എന്നെ ബുദ്ധിമുട്ടിക്കരുത് ആ കാര്യങ്ങളിലേക്ക്. ഞാനൊരു അങ്ങനത്തെ ഒരാളല്ല. സാധാരണമായി ചെയ്യുന്നു. നിങ്ങൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ ഞാൻ അതിനെ മനസ്സിലാക്കി എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് എല്ലാവർക്കും പ്രയോജനമാകട്ടെ. നിങ്ങളുടെ അധ്വാനത്തിന് കൂടുതൽ ദീപ്തി ഇത് പകരട്ടെ. നിങ്ങളുടെ സഹായത്തിനായി എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. പറ്റാവുന്ന സംശയങ്ങൾക്കൊക്കെയും ഞാൻ മറുപടി പറയാറുണ്ട്. കൂടുതൽ അധ്വാനിക്കുക, കൂടുതൽ വളരുക. വിജയം നമ്മുടെ കൈപ്പിടിയിലാകും. അതുവരെ അധ്വാനിച്ചുകൊണ്ടേയിരിക്കുക. ആരുടെയും പരിഹാസങ്ങളോ ആരുടെയും വഴക്കുകളോ നിങ്ങൾ കേൾക്കാതിരിക്കുക. ഈ ചെവി കേട്ട് മറ്റേ ചെവി കൂടെ ഇത് ചെയ്യുക. പൊയ്ക്കൊണ്ടിരിക്കുക. ആവശ്യമുള്ളവരുടെ മാത്രം ലിസൺ ചെയ്യുക. നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക. നിങ്ങളുടെ വിജയത്തിന് വേണ്ട കാര്യങ്ങൾ കൂടുതൽ നേടിയെടുക്കുക. കൂടുതൽ അധ്വാനിക്കുക. ഉറക്കം കുറയ്ക്കുക. അധ്വാനിക്കുക. പരീക്ഷകൾ അടുത്ത വർഷത്തെ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോഴേ അധ്വാനിച്ചു തുടങ്ങിയാൽ അടുത്ത വർഷം വിജയം നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ടാകും. അപ്പോൾ ശരി, സൈനിങ് ഓഫ്, ടോബി ശരത് തോമസ്.